അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമുക്കറിയാം പാലയിലാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ റോഡ് ഷോ നടത്തിയിട്ടുള്ളത്. അത് ഷോൺ ജോർജിന്റെ നേതൃത്വത്തിലാണ് ആ മഹാറാലി നടന്നിട്ടുമുണ്ടായിരുന്നത്. ഇതിനുശേഷം നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ ശ്രദ്ധയാണ് പാലയിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതേ പാലയിൽ നിന്ന് മറ്റൊരു വലിയ ചർച്ചയാണിപ്പോ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ക്രിസ്ത്യാനികൾ MLA ആയിട്ട് BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ തന്നെ എത്ര ക്രിസ്ത്യാനികൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള മറ്റൊരു ചർച്ചയാണ് പാലയിൽ നിന്ന് ഉയരുന്നത്. നമുക്കത് ഇവിടെ കൊടുക്കാം. മാത്രമല്ല, ഷോൺ ജോർജ് ഒക്കെ പുതിയ കാലത്തെ പുതിയ വികസനങ്ങള്, അതായത് അടിസ്ഥാന ആവശ്യങ്ങള് പുതിയ കാലത്തെ ടെക്നോളജിയിലൂടെ പാലയിൽ നടപ്പിൽ വരുത്തി കഴിഞ്ഞു. അതുകൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. എന്തുകൊണ്ട് പാല ഷോൺ ജോർജിനെ തിരഞ്ഞെടുക്കും എന്നുള്ളതിന്റെ ഉത്തരാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ആദ്യം തന്നെ എത്ര ക്രിസ്ത്യാനികൾ ഈ രണ്ട് മുന്നണികളിലും ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളിലും, അതായത് കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും കേരളത്തിനകത്തുള്ളതും കേരളത്തിന് പുറത്തുള്ളതും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുതൽ CPM വരെയുള്ള സകല കക്ഷികൾക്കും കൂടെ എത്ര ക്രിസ്ത്യൻ MLA-മാരുണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നു 34 MLA-മാർ. ഇതാണ് ആകെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്, കേരള അടക്കം. എന്നാൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളും BJP-യും അടക്കം 234 ക്രിസ്ത്യൻ MLA-മാരാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇതിനെല്ലാം റെക്കോർഡുണ്ട്, കൃത്യമായ റെക്കോർഡുണ്ട്. 200 അധികം. അപ്പോൾ ആ 200 അധികം MLA-മാരെ സൃഷ്ടിച്ച ആ BJP വർഗീയ പാർട്ടിയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ക്രിസ്ത്യാനി അത് അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം ക്രിസ്ത്യാനികൾ ഈ കണക്കുകൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ളത് ഈ പറയുന്ന കേരള മന്ത്രിസഭയിലല്ല, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള മുന്നണി BJP മുന്നണി, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള മുന്നണി BJP മുന്നണി. 3 സംസ്ഥാന മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളായിട്ടുള്ളത് BJP മുന്നണിയിലാണ്. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിമാർ 3, MLA-മാർ 234, 84 മന്ത്രിമാർ ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുള്ളത് BJP മുന്നണിയിലാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്കൊന്നും ബോധമില്ലേ? അവർക്ക് യാതൊരു ബുദ്ധിയില്ലേ? എത്ര സുന്ദരമായിട്ടാണ് ഒരു ചോദ്യം മുന്നോട്ട് വെച്ചത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ തന്നെ BJP-യുടെ ഭാഗമായിട്ടുള്ള NDA-യില് നിരവധി MLA-മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, അവിടെ ഒന്നുമുള്ള ക്രിസ്ത്യാനികൾക്ക് വിവരമില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? നമ്മുടെ കേരളത്തില് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ കേരളത്തിൽ നീളമോ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണോ? SDPI ഒക്കെയാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ കുറെ ആള് വിശ്വസിക്കുന്നുണ്ട്. UDF-ന്റെയും LDF-ന്റെയും ഒക്കെ ഒപ്പം നിന്ന് SDPI പോലെ, ഏത് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPI പോലും കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഒക്കെ ക്രിസ്ത്യൻസിന് വേണ്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് BJP തന്നെയാണ് ക്രിസ്ത്യാനികൾക്കൊപ്പം നിലകൊള്ളുന്നത് എന്നല്ലേ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 234 ക്രിസ്ത്യൻ MLA-മാർ NDA-യുടെ ഭാഗമായിട്ട് ഉള്ള കണക്കാ. അതേസമയം കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വെറും 34 ക്രിസ്ത്യൻ MLA-മാരേ ഉള്ളൂ. ഇത് മാത്രമല്ല, 3 ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാര്, 84 മന്ത്രിമാര്, BJP-യുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എണ്ണമാ ഈ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് വിളിച്ചു പറഞ്ഞിട്ടാ. ഇനി മുസ്ലിങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ നമ്മുടെ കേരളത്തിൽ പോലും പ്രധാനപ്പെട്ട ഗവർണർ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഗവർണറായിട്ട് തുടരുന്നു മറ്റൊരു സംസ്ഥാനത്ത്. ഇനി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും NDA BJP-യെ വിജയിപ്പിച്ചാൽ
തീർച്ചയായിട്ടും അവിടെ MLA-മാരുടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലൊക്കെ വിജയിച്ചിട്ടാണ് നിരവധി MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ NDA-യുടെ ഭാഗമായിട്ട് ഉള്ളത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. കേരളത്തിലൊന്നും ഇനി അധിക കാലം ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയാണോ BJP, എതിരെയാണോ NDA എന്നൊന്നും പറയുന്നതൊന്നും അധിക കാലം ജനങ്ങളൊന്നും അംഗീകരിക്കില്ല. അതൊക്കെ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. ഇതൊക്കെ പാലയിൽ ഉയരുന്ന ചർച്ചയാ. ഇത് പാലയിൽ മാത്രം പോരാ, കേരളത്തിലെ ഒന്നടങ്കം ജനത ഇത് തിരിച്ചറിയണം. ഒന്നിനും ഒരു മതത്തിനും ഒരു ന്യൂനപക്ഷത്തിനും എതിരല്ല. ഇവിടെ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് സകല കുത്തകാവകാശവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന് എന്തേ 34 MLA എന്ന് മാത്രം ഒതുങ്ങിയത്? ഇതൊക്കെ മലയാളികൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഈ പാലയില് സമാനതകളില്ലാത്ത രീതിയിലാണ് ഷോൺ ജോർജ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പാലയിലെ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. വെറുതെ ഒന്നും അങ്ങ് സ്വീകരിക്കില്ല. കൃത്യമായിട്ട് പാലയിലെ ജനതക്കൊപ്പം യുവാക്കൾക്കൊപ്പം ഷോൺ ജോർജ് നിലകൊള്ളുന്നുണ്ട്. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ വ്യത്യസ്തമായ ടെക്നോളജി ഉപയോഗിച്ച്, പുതിയ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ച് സാധാരണക്കാരിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്ന വളരെ വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷോൺ ജോർജ്. അതിന്റെ ഈ ഇലക്ഷൻ സമയത്ത് പോലും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചാറ്റ് ബോട്ട് പോലും ഈ പാലയിലെ ജനതയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. അവരുടെ ഏതൊരാവശ്യത്തിനും തൊട്ടരികിൽ വിരൽ തുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഷോൺ ജോർജ്. നിങ്ങൾ അതൊന്ന് കേട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാവുന്ന രീതിയിൽ ഞാനൊരു ചാറ്റ് ബോട്ട്, അതാണ് കൊച്ചേട്ടൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എവിടെ പോയാലും കൊച്ചേട്ടനുണ്ട്. അതൊരു പേര് എൻ്റെ ഒരു സുഹൃത്ത് നിർദ്ദേശിച്ചൊരു പേരാണ്, എല്ലാവർക്കും സ്വീകാര്യമായ കൊച്ചേട്ടൻ, പാലക്കാരൻ കൊച്ചേട്ടൻ നാളെ പാലായുടെ ഒരു ശബ്ദമായി മാറും. പാലായിൽ ഏത് ആവശ്യത്തിനും ഏത് പാതിരാത്രിക്കും കൊച്ചേട്ടൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫിംഗർ ടിപ്പിൽ ഉണ്ടാവും. അവർക്ക് പോലീസ് അസിസ്റ്റൻസ് ആകട്ടെ, ഹോസ്പിറ്റൽ അസിസ്റ്റൻസ് ആകട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളാകട്ടെ, ഓരോ ആളുകൾക്ക് അത് അവിടുന്ന് വെബ്സൈറ്റിലോട്ടുള്ള, പാലായുടെ മെയിൻ വെബ്സൈറ്റിലോട്ടുള്ളതും ഓരോ സർക്കാർ പദ്ധതികളുടെ വെബ്സൈറ്റിലോട്ടുള്ളതും ലിങ്ക് നമ്മൾ അതിൽ കണക്ട് ചെയ്യും, കൊച്ചേട്ടനായിട്ട് കണക്റ്റഡ് ആയി. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏത് വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയും. ഞാനൊരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് 439 രൂപ, 2 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട. ആക്സിഡന്റ് ഇൻഷുറൻസ്, ഒരു സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്കെന്തെങ്കിലും പറ്റിയ കുടുംബത്തി എന്നുള്ളത് വലിയ ടെൻഷനുണ്ട് സാധാരണ ഏത് മനുഷ്യൻ. അതിനൊക്കെ 20 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ഇൻഷുർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പാലാ നിയോജകമണ്ഡലത്തിലുള്ള ഓരോ വ്യക്തിയും, അത് എനിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ പാലാ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ഇൻഷുർ ആക്കും. നിങ്ങൾ കേട്ടില്ലേ? ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള, അതായത് ഒരു മനുഷ്യന് വേണ്ടിയ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഷോൺ ജോർജ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വെറുതെ ഉയർത്തിപ്പിടിക്കല്ല, അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുക, ചാറ്റ് ബോട്ട് ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാ പാലയിൽ ഷോൺ ജോർജ് തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ UDF-ഉം LDF-ഉം പറയുന്നത് എന്താ? BJP വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന്. ആ സമയത്താണ് കൃത്യമായ കണക്ക്. ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽപ്പെട്ട ഇത്ര ആളുകൾ 234 MLA, അതേസമയത്ത് കോൺഗ്രസ്, ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഒരുമിച്ചിട്ടുള്ള മുന്നണിയിൽ വെറും 34 MLA-മാർ മാത്രം. ഈ കണക്കൊക്കെ അങ്ങ് അവതരിപ്പിക്കുന്നതോട് കൂടിയിട്ട് എന്തേ ബോധമുള്ള സകല ആളുകൾക്കും യാഥാർത്ഥ്യം തിരിച്ചറിയൂലേ? കൃത്യമായ വികസന പദ്ധതികൾ ഉയർത്തിപ്പിടിച്ച് ഈ കേരളത്തിലെ ജിഹാദിസത്തിനെതിരെ, സുഡാപ്പിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് സംസാരിക്കാൻ, രംഗത്ത് വരാൻ എല്ലാ രീതിയിലും നട്ടലുള്ള ഒരു നേതാവ് കൂടിയാണ് ഷോൺ ജോർജ്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വലിയ ആവശ്യമാണ്. ഇവിടെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പോറ്റി വളർത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അവർക്കെതിരെ സംസാരിക്കാൻ പോലും ഷോൺ ജോർജ് ആവശ്യമാണ് എന്നുള്ളതൊക്കെ പാലയിലെ ജനത ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു തർക്കവും വേണ്ട, പാല ഷോൺ ജോർജ് തൂക്കിയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.